കെജിഎഫ്, സലാർ എന്നീ സിനിമകൾ ഇന്ത്യയിൽ ഉടനീളം ആരാധകരെ സൃഷ്ടിച്ച സംവിധായകനാണ് പ്രശാന്ത് നീൽ. അദ്ദേഹത്തിന്റെ അടുത്ത ചിത്രം തെലുങ്ക് താരം ജൂനിയർ എൻടിആറിനൊപ്പം എന്ന വാർത്ത ആരാധകരെ ഏറെ ആവേശത്തിലാക്കിയിരുന്നു. ഇപ്പോഴിതാ സിനിമയുടെ ചിത്രീകരണം ഉടൻ ആരംഭിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അടുത്ത വാരത്തോടെ ഹൈദരാബാദിനടുത്തുള്ള വികാരാബാദ് വനങ്ങളിൽ സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുമെന്നാണ് അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് OTT പ്ലേ റിപ്പോർട്ട് ചെയ്യുന്നത്. സഹതാരങ്ങൾ വെച്ച് ആരംഭിക്കുന്ന ഷെഡ്യൂളിൽ ഒരു വാരത്തിന് ശേഷമായിരിക്കും എൻടിആർ ജോയിൻ ചെയ്യുക. വമ്പൻ ആക്ഷൻ സീക്വൻസ് ഉൾപ്പെടുന്നതാകും ഈ ഷെഡ്യൂൾ എന്നാണ് സൂചന. സിനിമയിൽ ബോളിവുഡ് താരം ബോബി ഡിയോൾ വില്ലനായി എത്തുമെന്ന റിപ്പോർട്ടുകളുണ്ട്. അനിമൽ എന്ന സിനിമയിൽ നടന്റെ വില്ലൻ വേഷം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെ സിനിമയിലേക്ക് അണിയറ പ്രവർത്തകർ പരിഗണിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ. ചിത്രത്തിൽ രശ്മിക മന്ദാന നായികയാകുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഡ്രാഗൺ എന്നാണ് സിനിമയുടെ പേരെന്നും റിപ്പോർട്ടുണ്ട്. കൊട്ടല ശിവ സംവിധാനം ചെയ്ത ദേവരയാണ് അവസാനമായി തിയേറ്ററിലെത്തിയ ജൂനിയർ എൻടിആർ ചിത്രം. സമ്മിശ്ര പ്രതികരണം നേടിയ സിനിമ ബോക്സ് ഓഫീസിൽ നിന്ന് 500 കോടിയിലധികം നേടിയിരുന്നു. ജാൻവി കപൂർ, പ്രകാശ് രാജ്, സെയ്ഫ് അലി ഖാൻ എന്നിവരാണ് സിനിമയിലെ പ്രധാന താരങ്ങളെ അവതരിപ്പിച്ചത്. പ്രവാസിനെ നായകനായി ഒരുക്കിയ സലാർ പാർട്ട് 1 ആണ് പ്രശാന്ത് നീലിന്റെ അവസാനമിറങ്ങിയ സിനിമ. 2023 ക്രിസ്മസ് റിലീസായിരുന്നു സലാർ. ഡിസംബർ 22-ന് എത്തിയ ചിത്രം ഈ വർഷം പിന്നിടുന്ന വേളയിൽ സോഷ്യൽ മീഡിയയിലും വീണ്ടും ട്രെൻഡിങ്ങിലായിട്ടുണ്ട്.